സങ്കീർണതകളിലൂടെ കടന്നുപോകുന്ന അനേകം കുടുംബങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ സുഗന്ധവുമായി കടന്നു ചെല്ലുന്ന ഹോളി ഫാമിലി സന്യാസ സഭയുടെ കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ നേർചിത്രങ്ങൾ. ഇത് ഈ കാലഘട്ടത്തിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഫാമിലി കൗൺസിലിങ്ങിലൂടെയും മറ്റും ദിശാദർശനം നൽകി അവരെ കൈപിടിച്ചു നയിക്കുന്ന സിസ്റ്റർ ഡോക്ടർ റോസ് ജോസ് CHF. കുടുംബ പ്രശ്നങ്ങളാൽ ഉഴലുന്ന വ്യക്തികൾക്കായി നോർത്ത് പറവൂരിൽ സ്ഥാപിതമായ ശാന്തിതീരം എന്ന ആലയത്തിൻ്റെ മുഖ്യസാരഥിയായും അങ്കമാലി അത്താണിക്കടുത്ത് ഹോളി ഫാമിലി സഭയുടെ കീഴിൽ പുതുവാശ്ശേരിയിലുള്ള ജീവജ്യോതി കൗൺസിലിംഗ് സെന്ററിൽ കുടുംബങ്ങൾക്കായി നിരവധി ശുശ്രൂഷകളും നിർവഹിക്കുന്ന സിസ്റ്റർ റോസ് തന്നെ വഴി നടത്തുന്ന ആത്മീയ ദർശനങ്ങളും ദൈവിക കരുതലും ആഴമേറിയ ദൈവവിളിയുടെ മഹത്വവും നമ്മോട് പങ്കുവയ്ക്കുന്നു. ലോകത്തിലുള്ള സകല സൃഷ്ടിജാലങ്ങളുടെയും മഹത്വത്തിനും നന്മയ്ക്കും വേണ്ടി സ്വന്തം പൗരോഹിത്യത്തെയും സന്യാസത്തെയും ഉപയോഗിക്കുന്ന അനേകം ജീവിതങ്ങളെ പരിചയപ്പെടുന്ന ഡിവൈൻ കോളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളോടൊപ്പം സിസ്റ്റർ ഡോക്ടർ റോസ് ജോസ് തുടരുകയാണ്. സിസ്റ്റർ, കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ കുടുംബത്തെയും വളരെ വ്യത്യസ്തമായ ഒരു വിളിയെയും പറ്റി, വളരെ തീക്ഷ്ണമായ വിളി, കുടുംബമൊക്കെ അങ്ങനെ എതിർത്തിട്ട് പോലും സിസ്റ്ററിൻ്റെ ബലംപിടുത്തത്തിൽ, ഈശോയോടുള്ള സ്നേഹത്തിൽ സിസ്റ്ററായ കഥയൊക്കെ നമ്മൾ കേട്ടു. കുടുംബങ്ങളെ പറ്റി കേട്ടു. സിസ്റ്റർ ഇപ്പോൾ ചെയ്യുന്ന കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. സിസ്റ്റർ ഡയറക്ടറായിരിക്കുന്ന, ഫൗണ്ടർ ഡയറക്ടറായിരിക്കുന്ന ശാന്തിതീരമുണ്ട്, അതുപോലെ തന്നെ ജീവജ്യോതിയുണ്ട്, അതുപോലെ സിസ്റ്റർ പ്രൊവിൻഷ്യൽ കൗൺസിലർ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. സിസ്റ്ററിൻ്റെ ഈ പ്രവർത്തനങ്ങളെയും ഈ കേന്ദ്രങ്ങളെയും പറ്റി, ഈ കേന്ദ്രങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് പറവൂരാണ്, നോർത്ത് പറവൂരാണ് ഞങ്ങളുടെ ശാന്തിതീരം സൊസൈറ്റി ഫോർ ഫാമിലി ഹാർമണി, കുടുംബത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സൊസൈറ്റിയാണത്. അതിൻ്റെ ഒരു ശുശ്രൂഷ. അതിൽ ഞങ്ങൾ സിസ്റ്റേഴ്സ് മാത്രമല്ല, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 4 കുടുംബങ്ങളും കൂടിയുണ്ട്. അവർ ഞങ്ങളെ ഫിനാൻഷ്യലി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ശുശ്രൂഷകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അരങ്ങത്ത് ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത് കാണുന്നു, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതിൽ 4 പേരുടെ 4 ഇൻറ്റൻഷനിലുള്ള ഹെൽപ്പാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ശാന്തി തീരത്ത് പ്രധാനമായും നടക്കുന്ന ശുശ്രൂഷകൾ, ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് കൗൺസിലിംഗ് ശുശ്രൂഷ. മറ്റൊന്ന്, പെട്ടെന്ന് അപകടങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക്, സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ഓടി വരാവുന്ന ഒരു അത്താണിയാണ് ശാന്തി തീരം. ഞങ്ങൾക്ക് പോകാനിടയില്ല. ഇപ്പോൾ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റായി, അവിടെ ഒരു കൊലപാതകം നടക്കും അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടക്കും എന്ന് തോന്നുമ്പോൾ അവർ വിളിക്കും. ഓടി വന്ന് നമ്മുടെ അടുത്ത് വന്ന് അവർ സ്റ്റേ ചെയ്ത് അവർ കുറച്ച് ദിവസം താമസിച്ച് മനസ്സ് ശാന്തമാക്കി അവരുടെ ബാക്കിയുള്ള വീട്ടുകാരെ വിളിപ്പിച്ച് പ്രോബ്ലംസ് സെറ്റിൽ ചെയ്ത് അവരെ തിരിച്ച് മെൻ്റൽ ഹെൽത്ത് റീഗെയിൻ ചെയ്ത് തിരിച്ചു വിടുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷ. അപ്പോൾ ഒരു ഷോർട്ട് സ്റ്റേ ഹോം ഫോർ വിമൻ ഉണ്ട്, ഷോർട്ട് സ്റ്റേ ഹോം ഫോർ ഫാമിലി ഉണ്ട്. മറ്റൊന്ന് ഒരു കാര്യമാണ്, ചിലരിനി പെർമനൻ്റ്ലി ആരും പോലും അവരെ നോക്കാനില്ല. അവരിങ്ങനെ പോലീസോ സാമൂഹ്യ പ്രവർത്തകരോ ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ഓൾഡ് ഏജ് ഹോം അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് നമ്മൾ മരണം വരെ അവരെ നമ്മൾ ശുശ്രൂഷിക്കുന്നു. അവരെ എൻ്റർടൈൻ ചെയ്ത് അവരുടെ ജീവിതത്തെ സുന്ദരമാക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം അവർക്ക് അനുഭവിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കുന്നതാണ് മറ്റൊരു ശുശ്രൂഷ. ഈ ഒരു ശുശ്രൂഷ ഷോർട്ട് സ്റ്റേ ഹോം ആണെങ്കിലും ഈ സ്ത്രീകളുടെ റെസിഡൻഷ്യൽ പർപ്പസിനും എനിക്കൊരു ഇൻസ്പയറിങ് തോട്ട് ഇതായിരുന്നു. ഞാൻ ഈ സൈക്കോളജി പഠിച്ചു വന്ന ആദ്യകാലങ്ങളിൽ കൗൺസിലിംഗ് നടത്തുമ്പോൾ ഒരു കൊച്ച് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് അവൾ പറയുമായിരുന്നു, അവൾക്ക് പെട്ടെന്ന് ഒരു മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അവർ കാണിക്കുകയാണ്. അവൾ പറയണത്, വന്ന് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് തെക്കേമുറി കാണുമ്പോഴേക്കും എനിക്ക് പ്രാന്ത് വരികയാണ് സിസ്റ്റർ എന്നാണ് കുട്ടി പറയണത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ തെക്കേമുറി. അപ്പോൾ തെക്കേമുറി റിലേറ്റഡ് ആയിട്ട് എന്തോ അവളുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ എന്ന് ഞാനും മനസ്സിലോർത്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവളുടെ അമ്മാവൻ അവളെ ദുരുപയോഗിച്ച ഒരു ദുഃഖത്തിൻ്റെ കഥ അവളുടെ ജീവിതത്തിലുണ്ട്. അതിനുശേഷമാണ് ഇവൾ ഈ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ സാധാരണ സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന, അതായത് ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്നൊരവസ്ഥ,
ഈ ഒരു ഇഷ്യൂ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നാളെ അവളൊരു തീർത്തും മനോരോഗിയായിട്ട് സമൂഹത്തിനും കുടുംബത്തിനും ഉപയോഗമില്ലാത്തൊരു വ്യക്തിയായിട്ട് വല്ല അസൈലമിൽ വല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് പോകും. ആ തക്ക സമയത്ത് നമ്മൾ ഇടപെടുകയാണെങ്കിൽ ആ ഇഷ്യൂവിനെ നമ്മൾ പരിഹരിച്ച് ആ കുട്ടിയെ വീണ്ടും നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ കുട്ടീനെ എനിക്കൊന്ന് താമസിപ്പിക്കണം. അതിനൊരു സ്ഥലം എനിക്ക് തോന്നുന്നു ഞാൻ 89 നിത്യവ്രതം കഴിഞ്ഞ 90 തുടങ്ങി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സ്ഥലം എനിക്ക് കിട്ടണം, ഒരു ബിൽഡിംഗ് ഇവരൊക്കെ താമസിപ്പിച്ച് ഇവരുടെ പ്രോബ്ലം സെറ്റിൽ ചെയ്ത് വിടാനായിട്ടാണ്. ഈ കൊച്ച് കൗൺസിലിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, റോസമ്മേ എന്നെ റോസമ്മയെന്നാണ് അവൾ വിളിക്കുന്നത്, റോസമ്മേ എന്നെ വീട്ടിലേക്ക് വിടല്ലേ, എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. കാരണം ഇവൾക്ക് അച്ഛനില്ല. അപ്പോൾ ഇവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ അമ്മയുടെ ആങ്ങളെയാണ്. ഈ ആങ്ങളെ തന്നെയാണ് ഈ കൊച്ചിനെ ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് പറയാൻ പറ്റില്ല, അമ്മോട് പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല. അങ്ങനത്തെ ഉള്ളിൽ കിടന്ന് തിങ്ങുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്. അപ്പം അന്ന് എനിക്കിത് സാധിച്ചില്ല. ഈ കൊച്ചിനെ രക്ഷിക്കാൻ നിർത്താനൊരു സ്ഥലം എനിക്ക് അന്നുണ്ടായില്ല. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് പറയില്ലേ, ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്നു. 30,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗാണ് ഈശോ നമുക്ക് കെട്ടിത്തന്നത്. ഞാനൊരു കരിമീൻ ചോദിച്ചാൽ കർത്താവ് എനിക്ക് അവിടെ നോർത്ത് പറവൂരായതുകൊണ്ടാണ് കരിമീൻ എന്ന് പറയാനായിട്ടാ പെരുമ്പടുന്ന ഒരു കരിമീൻ ചോദിച്ചാൽ കർത്താവ് അന്ന് കരിമീൻ ആരെങ്കിലും കൊണ്ട് അവിടെ എത്തിക്കും. 10 പൈസ ഞങ്ങളുടെ കയ്യിൽ നീക്കിയിരിപ്പില്ലാണ്ടാണ് ഈശോ ആ സ്ഥാപനം നമുക്ക് ഉണ്ടാക്കി തന്നത്. അത് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു. ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് കോൺവെൻറ്റ് വിറ്റിട്ട് സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ കോൺഗ്രിഗേഷനും കുറേ നല്ല മനുഷ്യരും കൂടിയാണ് ഈ ശുശ്രൂഷയുടെ ആൾ. തൻ്റെ പ്രിയപ്പെട്ട ഒരു മകള് മരിച്ചതിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഒരു ഡാഡി മമ്മി ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തിട്ടുള്ള കോഴിക്കോട്ടുകാരാണ് അവർ. മടിക്കാങ്കിൽ ജോസഫ് ആൻഡ് ട്രീസ, ആ ദമ്പതിമാരാണ്. ആ കുഞ്ഞിൻ്റെ ഷെയറാണ് ഞങ്ങൾക്ക് ഈ ഹോം പണിയാൻ, റെസിഡൻഷ്യൽ ഹോം പണിയാനായിട്ട്, ഫസ്റ്റ് ഫ്ലോർ പണിയാനായിട്ട് സഹായിച്ചത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും സഹായിച്ച ആളുകളാണ്. പോൾ കുരീക്കൽ എന്ന് പറയും, എറണാകുളത്തുള്ള ഒരു ഫാമിലിയാണ്. അവരാണ് നമുക്ക് ഈ കുടുംബ ശുശ്രൂഷയ്ക്ക് വേണ്ടി താമസിച്ച് ധ്യാനം കൂടാനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ രീതിയിൽ ഞങ്ങൾക്കൊരു ബിൽഡിങ്ങായിട്ട് അവർ കെട്ടിത്തന്നത്. പിന്നെ അതിൻ്റെ മറ്റ് ഡെവലപ്മെൻ്റൽ പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് സഹായിച്ച ആളുകളാണ് ശ്രീ വിൻസെൻ്റ് വൈപ്പന, കളമശ്ശേരിയിലുള്ള ഒരു ഫാമിലിയാണ്. ശ്രീ തോമസ് നരികുളം, അതുപോലെ തിട്ടയിൽ സേവ്യ ജീബ ദമ്പതിമാർ. ഈ ആളുകളുടെയൊക്കെ ഹെൽപ്പ് കർത്താവ് അതായത് ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ കണ്ടോ കേട്ടോ കർത്താവ് അറിയിപ്പിച്ച് അവരിങ്ങോട്ട് വരികയാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈശോ എനിക്ക് എന്ത് യോഗ്യതയാണ് ഇതിനുള്ളത്. എന്നിട്ട് ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിച്ച് ഭംഗിയാക്കി ആ ശുശ്രൂഷകൾ നടത്താനായിട്ട് കർത്താവ് അവസരം ഒരുക്കും. വളരെ ചെറിയ സമൂഹമാണെങ്കിലേ പറയും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് അച്ഛന്മാർ സിസ്റ്റേഴ്സും ഒക്കെ ആൾക്കാരുടെ പൈസ വാങ്ങിച്ച് വലിയ കെട്ടിടം ഉണ്ടാക്കുന്നു വലിയ. പക്ഷേ സിസ്റ്ററിൻ്റെ ഉത്തരത്തിൽ ക്ലിയർ ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സിസ്റ്ററിന് തന്നെ അറിയാമായിരിക്കും ഒരു പക്ഷേ എത്രയോ പേരാണ് അവിടെ വന്ന് മെൻ്റലി ഒന്ന് സൗഖ്യപ്പെട്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ച് തിരിച്ചു പോയിട്ടുള്ളത്. ഒരു കെട്ടിടമല്ല അത്, മറിച്ച് അനേകർക്ക് ആശ്രയമാകുന്ന സ്ഥലമാണ് ശാന്തി തീരം. അതെ, പേരുപോലെ തന്നെ ശാന്തിയുടെ ഒരു സ്നേഹക്കൂടാരം. ജീവിതയാത്രയിൽ വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന അനേകം കണ്ണീരടിഞ്ഞ മക്കൾക്ക് ആശ്രയമേകുന്ന ആലയം. ഇവർക്ക് സ്നേഹവും കരുതലുമേകുന്ന അനേകം സന്യാസിനികൾ. വിശുദ്ധ മറിയം ത്രസ്യാമ്മയുടെ കുടുംബങ്ങളോടുള്ള ആഴമേറിയ കരുതൽ ഇവർ ഇവിടെ ഈ ജീവിതങ്ങൾക്ക് പകർന്നു നൽകുന്നു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള തിരുസഭയുടെ ശുശ്രൂഷയായി ഇത് മാറുന്നു. വളരെ പെട്ടെന്ന് ആലോചിച്ച സിസ്റ്ററിന് വളരെ ഒരു സിസ്റ്റർ എന്ന രീതിയിൽ, ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിലും ആനന്ദം, തമ്പുരാൻ എന്നെ വിളിച്ചു എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്ന രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും സിസ്റ്ററിന്. എങ്കിലും വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാവുന്ന കുടുംബങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട 1-2 അനുഭവങ്ങളെന്ന് പറയാമോ? ഒരനുഭവം, ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കർത്താവ് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും. നമുക്ക് ഒരു ദിവസം രാത്രി ഒരു 11:30 മണിയായിപ്പോൾ എനിക്കൊരു പരിചയമില്ലാത്തൊരു അഡ്വക്കേറ്റ് എന്നെ വിളിക്കുകയാണ്. അഡ്വക്കേറ്റ് വിളിച്ചിട്ട് ക്രിസ്ത്യൻ പോലും അല്ല, വിളിച്ചിട്ട് പറയുകയാണ്, സിസ്റ്ററെ എൻ്റെ വീട്ടിൽ ഭയങ്കര ഒരു പതറ്റിക് കണ്ടീഷനാണ്, എനിക്കിത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല സിസ്റ്റർ. ഞാൻ എൻ്റെ ഭാര്യ കെട്ടി തൂങ്ങി നിൽക്കുകയാണ്. ഭാര്യയും അഡ്വക്കേറ്റാണെന്ന് ഓർക്കണം. കെട്ടി തൂങ്ങി മരിക്കാനായിട്ട്, ഇവരുടെ മാരിറ്റൽ കോൺഫ്ലിക്റ്റിൽ തൂങ്ങി വെട്ടിയിട്ടിട്ട് ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോകണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തൂങ്ങാൻ പോകുന്ന നേരത്താണ് ഇതിനെ അതിൽ നിന്ന് രക്ഷിച്ചിട്ട് ഈ മനുഷ്യൻ അപ്പോൾ ഇവള് കൊതറുകയാണ്, കാരണം ഭർത്താവുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണല്ലോ. അങ്ങനെ നേരെ നമ്മുടെ മഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. രാത്രി 11:30 മണിയാണ്. ഞങ്ങൾ കയറ്റി ഇരുത്തി 3-4 ദിവസം ഞങ്ങളുടെ കൂടെ താമസിച്ച്
അവരുടെ പ്രോബ്ലം കർത്താവിൻ്റെ കൃപയാൽ, നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ഈശോ തന്നെ നമ്മളിലൂടെ നടന്ന് അതിനെ പരുക്കുകൾ കഴുകി കെട്ടി വൃത്തിയാക്കി ആ കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കുമുള്ള ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എനിക്ക് ഇവിടെ ഇരുന്ന് വാക്കുകൾ കിട്ടൂല മോനെ അത് പറയാനായിട്ട്. അത് എൻ്റെ ഒരു ഇൻറ്റേർണൽ ഒരു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചായ കുടിച്ചിട്ട് നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞാൽ നീ കുടിച്ചു നോക്കാണ്ട് നിനക്ക് പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും സിസ്റ്റർ പറയുമ്പോൾ മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അതാണ് സന്യാസത്തിന്റെ ഭംഗികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തോന്നുന്നു. എന്ത് ചെയ്താലും എന്ത് നന്മയുണ്ടായാലും ആ വാക്ക് കൂട്ടിച്ചേർക്കണം, കർത്താവിന്റെ കൃപയാൽ. കാരണം നമ്മളൊന്നുമല്ല നമ്മളെ കൊണ്ട് ഇങ്ങനെ വാർത്തരസ് പറഞ്ഞ പോലെ നമ്മളൊരു പെൻസിലാണെന്ന് പറഞ്ഞ പോലെ തമ്പുരാൻ ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. ചിറ്റിലപ്പള്ളി കോക്കാട്ട് ജോസിന്റെ മോൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിസ്റ്റർ ഡോക്ടറിനും ചെയ്യാൻ പറ്റില്ല. കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീക്ക് സത്യമായിട്ടും ഇത് സാധിക്കും. മറ്റ് ഗമകളൊന്നുമില്ല. ആ ഗമകളിലൊന്നും അതില്ല എന്ന് പറയണില്ല, അതിന് ഞാൻ നിഷേധിക്കുന്നില്ല. തീർച്ചയായിട്ടും അതെനിക്ക് കർത്താവ് തന്ന അറിവാണ്. ആ അറിവ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ടച്ച്, ആ ഒരു ഫീല് കൊടുക്കുന്നത് ഈ കൃപയാണ്, അതിന് സംശയമില്ല. ഞാനൊരു കാര്യം കൂടി പറഞ്ഞപ്പോൾ ഒരു അനുഭവം കൂടി ഞാൻ ഓർക്കുകയാണ്. ഒരിക്കലും ഒരു കൊച്ച്, ഒരു പെൺകുട്ടി, അവരുടെ ഏക സന്താനമാണ് അവൾ ഒരിക്കൽ ഒരുത്തിൻ്റെ കൂടെ ഓടിപ്പോയി. അവരുടേതല്ലാത്ത ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുടെ കൂടെ ഓടിപ്പോയി. എന്നാൽ ഇന്നത്തെ കാലത്തെ പ്രണയത്തെ ഞാൻ കണ്ടമാനം നിഷേധിക്കുന്നില്ല കേട്ടോ. പ്രണയവിവാഹങ്ങളെ നിഷേധിക്കുന്ന ഒരാളല്ല ഞാൻ ഇച്ചിരി ന്യൂജനാണ്. പക്ഷേ ഇന്ന് അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രണയ ജോഡികളാണെങ്കിൽ നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാം. ഞാനതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതെൻ്റെ ഒരു ഭയങ്കര ഒരു താല്പര്യമുള്ള വിഷയമാണ്. അതെ, തീർച്ചയായിട്ടും സംശയമില്ല. അങ്ങനെ ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ കെട്ടിച്ചിട്ടുണ്ട്, പാരൻസിൻ്റെ കോപ്പറേഷൻ വരുത്തിയിട്ട്. എന്നാൽ ചില കേസുകളിൽ ഇന്ന് നടക്കുന്ന വിവാഹങ്ങളിലെ ബഹുഭൂരിഭാഗവും ഒരർത്ഥവും ആലോചിക്കാതെ ചാടി പുറപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പോയി 5-6 മാസം കഴിയുമ്പോൾ ഒരു വാളൻ മുട്ടുസൂചിയും കൊണ്ട് ഒരുത്തി എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. സിസ്റ്റർ, ഞാൻ ഇത് വിഴുങ്ങി ഞാൻ ചാവും, എനിക്കിനി പോകാൻ വഴിയില്ല, എൻ്റെ വീട്ടുകാരെ എന്നെ ഒഴിവാക്കി, ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഓടിപ്പോയി ഒരു ചെക്കൻ്റെ കൂടെ. അങ്ങനെ അവൻ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പം എന്ന് വെച്ചാൽ ഇവന് പഠിച്ച ആളുടെ കൂടെ മാത്രമേ ജീവിക്കാം, എന്നാലും നമ്മുടെ ആ സ്റ്റാറ്റസ് എങ്കിലും കീപ്പ് ചെയ്യാനായിട്ട് ഈ കുട്ടിക്ക് പറ്റിയില്ല. അങ്ങനെ അപക്വമായ ബന്ധങ്ങൾ നടക്കുന്ന വിവാഹങ്ങൾ. അങ്ങനെ ഈ കൊച്ചു പോയി അവൻ്റെ പാട്ട് കേട്ട് താല്പര്യപ്പെട്ടാണ് ഇവൾക്ക് പ്രണയം വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വന്നിട്ട് എന്നോട് പറയുകയാണ്, സിസ്റ്ററെ മതിയായി, അവനൊരു ലൈംഗിക രാക്ഷസനാണ്, എനിക്ക് വേണ്ട, വീട്ടുകാർ പക്ഷേ കയറ്റിൽ അടിച്ചു പുറത്താക്കി. ഈ കൊച്ചിനെ ഞാൻ സ്വീകരിക്കുകയാണ്. അതിൽ റിസ്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോള് വാ, നമുക്കിവിടെ താമസിക്കാം. ഈ ചെക്കനെ വിളിച്ചു. അപ്പോൾ ഈ ചെക്കൻ പറഞ്ഞു, സിസ്റ്ററെ വെല്ലോണം ഒന്ന് ഒഴിവാക്കി തയ്യാ, ഞാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ ഇവളെ കൊണ്ടൊരു തൊഴിലില്ല, ഇവൾക്കൊരു ബിരിയാണി മേടിച്ചു കൊടുക്കണമെങ്കിൽ 300 രൂപ വേണം. ഇവള് വിചാരിക്കുന്ന തരത്തിലുള്ള ബിരിയാണി മേടിക്കണമെങ്കിൽ എനിക്ക് ജോലിക്ക് പോയാൽ കിട്ടുന്നത് ആകെ കോൺട്രാക്ട് പണിയാണ്. കോൺട്രാക്ടറിൻ്റെ കൂടെ ഞാൻ പോയാൽ കിട്ടുന്നത് എനിക്ക് ഇത്രയും രൂപയുള്ളൂ. ഇവളെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല സിസ്റ്ററെ, എനിക്ക് അബദ്ധമായി എന്ന് അവനും പറയണു. അത് ഉറക്കെ പറയുന്നില്ല അവൻ. ഇവള് പറയണു, നിന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് മതിയായി. ഈ കൊച്ചിനെ നമ്മൾ, കാരണം മുമ്പ് നമുക്ക് കിട്ടിയില്ല, ഈ കൊച്ചിനെ നമ്മൾ കൊണ്ടുവന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പാരൻസിനെ വിളിച്ച് ഒരു ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുകയല്ലേ ചെയ്യണേ. കർത്താവിൻ്റെ ഒരു കൃപ നോക്കി. അപ്പോൾ ആ പാരൻസിനെ വെച്ച് വീണ്ടും അവൾ ഇതിൽ നിന്നൊക്കെ വിടിയിച്ച് വീണ്ടും നല്ലൊരു മാരേജിലേക്ക് പ്രവേശിച്ച് ഇന്നത്തെ 2 കുഞ്ഞുങ്ങളായിട്ട് അമേരിക്കയിൽ മിടുക്കിയായിട്ട് വളരുക. അങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ 100,000 അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ കുടുംബങ്ങളെ രക്ഷിക്കാൻ കർത്താവ് കരുവാക്കിയ നിമിഷങ്ങളെ ഓർത്ത് എനിക്ക് അത്ഭുതം കൊള്ളാം. ഒരു ദിവസം ഞാൻ ഓർക്കേണ്ട ഒരു മദ്യപനാണ്. അവൻ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കൗൺസിലിങ്ങിന് വന്ന് നല്ല മിടുക്കനായി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടോ ഇല്ല, ഒരു ഷെഡാണ്. ഒരു സുപ്രഭാതത്തിൽ പുലർച്ചെ നേരത്തെ കർത്താവ് എന്നോട് പറയുകയാണ്, അവൻ്റെ വീട്ടിൽ പോളിൻ്റെ വീട്ടിൽ, ഞാൻ ഉൾട്ടാ പേരിടണമെന്ന് വിചാരിച്ചോ, പോളിൻ്റെ വീട്ടിൽ അവൻ കത്തിക്കുന്നത് ഞാൻ കാണുകയാണ്. ഇത് കർത്താവ് തന്നെ ദർശനമാണ്, കത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ താമസിക്കുന്ന സിസ്റ്ററിനോടൊന്ന് 3 മണിയായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇതേ പോളിൻ്റെ വീട്ടിൽ കത്തണത് ഞാൻ സ്വപ്നം കണ്ടു, നമുക്കൊന്ന് പോയാലൊന്ന്, നേരം വെളുക്കുമ്പോൾ തന്നെ പോകാം. അവൻ കള്ളുപിടിച്ചു എന്നാണ് തോന്നണേ, കള്ളുകൂടി മാറി നിൽക്കണതാണ്. അപ്പോൾ അവന് വീണ്ടും റിലാപ്സ് വരുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു. രാവിലെ കുർബാന കഴിഞ്ഞ വഴി ഞങ്ങൾ ഓടി. അവിടെ ചെന്നപ്പോൾ എന്തുട്ടാ, ഇവളുടെ സാരികൾ മുഴുവനും കത്തിച്ച് കരിഞ്ഞ് അവിടെ കിടക്കുക. ഷെഡേ ഉള്ളൂ, ആ ഷെഡിൻ്റെയും പകുതി കത്തി, കുടിച്ചു ബോധമില്ലാണ്ട്. അപ്പോൾ കർത്താവ് എനിക്ക് ഇൻസ്പിറേഷൻ തരികയും ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ വീട്ടിലേക്ക് ഓടിയെത്തുകയും, ഇനി നേരം വെളുത്താൽ ഇനി അവിടെ എന്താ ഉണ്ടാവാൻ പോണേ അടുത്തതെന്ന് നമുക്കറിയില്ല. ആ കുടുംബത്തെ കൊണ്ടുവന്ന് അവനെ വീണ്ടും മദ്യപന്മാരുടെ ധ്യാനം കൂട്ടി, ക്യാമ്പ് കൂട്ടി, കൗൺസിലിംഗ് കൊടുത്ത്, ഒരു ലോങ് ടേം ഹെൽപ്പ്, നമുക്ക് മാനസികമായിട്ടുള്ള സഹായങ്ങൾ കൊടുത്ത്
ആ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചതൊക്കെ മെമ്മറിയിൽ വരുന്നു. ഇങ്ങനെ അനേകായിരം കുടുംബങ്ങൾ ഒരുപാട് പേരുടെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഈ കേൾക്കുന്ന ആൾക്കാരിൽ, ഇതിങ്ങനെ കേട്ടു പോകുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും ഒക്കെ ഓക്കെ ഒരു ഫുൾ സ്റ്റോപ്പാണ്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇങ്ങനെ പറയും, ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ ദൈവം മാത്രമല്ല, ദൈവത്തിൻ്റെ മുഖങ്ങളുള്ള കുറേ മനുഷ്യരുണ്ട് നിങ്ങൾക്ക് അഭയം ഗമിക്കാനായിട്ട്. സിസ്റ്ററിനെ പോലെ ഒരുപാട് പേരുണ്ട്. അപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കാനായിട്ട് ഇതുപോലെ കുറേ മനുഷ്യരുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു വിളിയുടെ ഭംഗി എന്ന് പറയുന്നത്. തിരുസഭയുടെ ഏറ്റവും ചെറിയ പതിപ്പായ കുടുംബങ്ങൾക്ക് ആവശ്യമായ ആത്മീയ കരുതലും സ്നേഹവും ഈ കൗൺസിലിംഗ് ശുശ്രൂഷ വഴി ഈ സന്യാസിനി നിർവഹിക്കുന്നു. കണ്ണീരിലും നൊമ്പരത്തിലും കഴിയുന്ന അനേകം മനുഷ്യർക്ക് ആശ്വാസമായി മാറാൻ ഈ ദൈവവിളിയെ ദൈവം ഉപയോഗിക്കുന്നു. അങ്ങനെ സന്യാസമെന്ന ദൈവവിളിയുടെ സൗന്ദര്യം ഇവർ അനേകർക്ക് പകർന്നു നൽകുന്നു. യൂത്തിനെ പറ്റി ചോദിക്കുകയാണ്. ഒരുപാട് യുവാക്കളെ കണ്ടിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഏജാണ്, വളരെ എന്താ പറയുക, നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ആവുന്നൊരു ഏജാണ്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളോട് കടന്നു പോകുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ കേരള സമൂഹത്തിലെ യുവാക്കളെ പറ്റി ഓർക്കും പ്രശ്നം പറയാനുള്ള എന്താണ്? ഇന്ന് യുവാക്കളെ കുറിച്ച് പറയുമ്പോൾ അവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും മായകളിലും പെട്ട് ഉള്ളിൽ കുട്ടിക്കാലം മുതലേ ലഭിച്ച ആ നന്മയുടെ ഉറവ കെടുത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉള്ളിൽ നല്ല കിളിയുള്ള ജ്വലിക്കുന്ന യൂത്തിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കെവിനെ പോലെയൊക്കെ അല്ലേ? ഈ പഠനത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ B.Ed പഠിക്കാമെന്നുണ്ട്, പഠനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വലിയൊരു ജോലിയൊന്നും ആയിട്ടല്ലല്ലോ നടക്കണേ. എന്നാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇന്ന് രാവിലെ തൊടുപുഴയിൽ തുടങ്ങി ഇവിടം വരെ യാത്ര ചെയ്ത് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മോൻ കമ്മിറ്റഡായി. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ജ്വലന ശക്തിയുള്ള ഒരുപാട് യൂത്തിനെയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ്. അപ്പോൾ ഈ യൂത്ത്, ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കൽ ഒരു പയ്യൻ നശിച്ചു വെണ്ണീറായി, അതായത് ലവ് അഫെയറിൽ പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, കുടുംബ തകർച്ച വന്നു. അങ്ങനെയാണ് ഇവൻ പറഞ്ഞത്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു എൻ്റെ വ്യക്തിത്വത്തിലൊരു വൈകല്യം സംഭവിച്ച് ഞാനിങ്ങനെ ഭൗതിക മോഹങ്ങളിലേക്ക് പോയി എൻ്റെ ജീവിതം വെള്ളത്തിലായി പോയത്. 8ാം ക്ലാസ്സിൽ വെച്ച് സിസ്റ്റർ പറഞ്ഞ ഈ അറിവൊക്കെ എനിക്ക് തരികയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഈ കൊച്ചു തന്നു. അന്ന് രാത്രി ഞാനിങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കൊച്ചിൻ്റെ എന്താ പറയുക, മുഖം എന്നെ കാണിച്ചിട്ട് കർത്താവ് പറയാണ്, ഇതാണ് നിൻ്റെ ഇനി വിളി എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വിളിക്കുള്ളിലെ ഒരു ഉൾവിളി, ഈ അഡോളസൻ്റ് കെയർ ഞാൻ ശ്രദ്ധിക്കണം എന്നാണ്. അന്ന് ഞാൻ കർത്താവ് കാണിച്ചു തരാണ്. കുട്ടികളെ ഇരുന്ന് ഞാൻ പ്രോഗ്രാം നടത്തണതും അതിലെന്തൊക്കെ വിഷയങ്ങൾ ചെയ്യണം എന്നൊക്കെ ഈശോ തിട്ടപ്പെടുത്തി തന്നു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, അങ്ങനെയാണെങ്കിൽ നീ തന്നെ എന്നോട് പറയണം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. എന്ത് ചെയ്യണം, എന്നെ ആരെങ്കിലും വിളിക്കണം ഈ പ്രോഗ്രാമിന് വേണ്ടി. എനിക്കൊരു പേരും കർത്താവ് തരാണ്, ദിശാദർശൻ. യൂത്തിന് വേണ്ടി ദിശാദർശൻ പ്രോഗ്രാം, സൈക്കോ സ്പിരിച്വൽ പ്രോഗ്രാം. അത് വെറുതെ ഒരു റിട്രീറ്റ്, മറ്റേ റിലീജിയസ് റിട്രീറ്റ് അല്ല, എല്ലാ ജാതി മതസ്ഥർക്കും ഒരുമിച്ച് പങ്കെടുക്കാവുന്ന ഒരു സ്കൂൾ പ്രോഗ്രാം, കോളേജ് പ്രോഗ്രാം. അങ്ങനെ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പേടി, കാരണം എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, കുട്ടികളെ ധ്യാനിപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ തമ്പുരാൻ ഇതിങ്ങനെ തന്നു. ഞാൻ ആ വിഷയങ്ങളൊക്കെ ഒരുങ്ങി ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ടീം ഉണ്ടാക്കി, കുറച്ച് യൂത്തിനെ, ഈ ജ്വലിക്കുന്ന കുറച്ച് യൂത്തിനെ ഞങ്ങളുടെ കൂടെ നിർത്തി ഞങ്ങൾ ഒരുമിച്ച് ആരെങ്കിലും എന്നെ വിളിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ടീച്ചിങ് സ്റ്റാഫിൻ്റെ, ടീച്ചേഴ്സിൻ്റെ ഒരു ക്ലാസ്സിന് വേണ്ടി എന്നെ വിളിച്ചു. ആ ക്ലാസ്സിൽ ഞാനിതിങ്ങനെ പറയുകയാണ്. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു HMO ഒന്ന് ചോദിച്ചു, സിസ്റ്റർ എങ്ങനെ കുട്ടികൾക്ക് വല്ല പ്രോഗ്രാം ഡേഴ്സിൻ്റെ ക്ലാസ് കൊള്ളാലോ. അപ്പോൾ ഞാൻ ഉണ്ടെന്ന്, ഇത് ഒന്നുമില്ലട്ടാ, സ്വപ്നം മാത്രമേ ഉള്ളൂ, ദിശാദർശൻ ഉണ്ടെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. ആദ്യമായിട്ട് കോട്ടപ്പുറം രൂപതയിലെ സെയിൻറ്റ് ആൻസ് സ്കൂളിൽ ഈ പ്രോഗ്രാം ഞാൻ ചെയ്യാൻ പോയി. 300 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാണ് ആ സൈക്കോ സ്പിരിച്വൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. ഞാൻ ഓർക്കുന്നു, അത് എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ്. അതിൽ പിന്നെ ഒരുപാട് ഈ ദിശാദർശൻ പ്രോഗ്രാമുകൾക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കുകയും ആ കുഞ്ഞുങ്ങളെ നല്ലൊരു ലൈനിലേക്ക് നയിക്കാനായിട്ട് ഈശോ സാധിച്ചിട്ടുണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു പരിപാടി ഞാൻ നിർത്താം. ഒരിക്കൽ എന്നോട് ഈ ദിശാദർശൻ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾ 8 വർഷങ്ങൾക്ക് ശേഷം, അതായത് അവർ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുകയാണ്. നേഴ്സിംഗ് പഠിക്കുമ്പോൾ ലോൺ എടുത്തിട്ടാണ് ഇവർ പഠിക്കാൻ പോയത്. ലോൺ ശരിയായില്ല, കോളേജിൽ ഒരുപാട് പ്രോബ്ലംസ്, വീട്ടിൽ ഒരുപാട് ഇഷ്യൂസ്, ലോൺ സംഗതി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് 8 പേർക്കും കൂടി ആത്മഹത്യ ചെയ്യാൻ ഈ പിള്ളേർ തീരുമാനിക്കുകയാണ്. കാരണം അത്രമാത്രം കോളേജിൽ ഇഷ്യൂസ് ഉണ്ട്, അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്. അവർ പെട്ടെന്ന്, അപ്പം ഞങ്ങൾ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു എല്ലാവർക്കും ചെല്ലാവുന്ന ഒരു പ്രെയർ ഞങ്ങൾ അടിച്ചു കൊടുക്കും.
ഈ കുട്ടികൾ ഇങ്ങനെ തീരുമാനിച്ച് ഇവർ ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണമെന്ന്. ഇറങ്ങിയിട്ട് എവിടേക്ക് ഇറങ്ങണേ? വീട്ടിൽ കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ല. അങ്ങനെയാണ് ഇവരെ നേഴ്സിങ്ങിന് വിട്ടേക്കണം. ഇറങ്ങുമ്പോൾ ഇനി എവിടെ പോകണം എന്നാൽ ചത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഇറങ്ങണ നേരത്ത് ഒരു കുട്ടിക്ക് ഈ ഞങ്ങൾ കൊടുത്ത് ഈ പ്രേയറിൻ്റെ കടലാസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുകയാണ്. ആ കുട്ടി ഉടനെ അവിടെ നിന്ന് വിളിച്ചു. അപ്പം എൻ്റെ നമ്പറൊന്നും 8 കൊല്ലം കഴിഞ്ഞില്ലേ, എങ്ങനെയൊക്കെയോ വിളിച്ച് തേടി പിടിച്ച് എൻ്റെ നമ്പർ എടുത്ത് ആ കുട്ടി എന്നെ വിളിച്ചു. ആ കുട്ടി എന്നെ വിളിച്ചതുകൊണ്ട് മാത്രം ആ 8 കുഞ്ഞുങ്ങളും ദൈവം ആ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്, കുട്ടികളെ ഏറ്റെടുക്കുകയാണ്. ആ കുട്ടികളുടെ പ്രോബ്ലം ഇങ്ങനെ അതൊരു എനിക്ക് യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് കുട്ടിക്കാലം മുതലേ ബെയർ ഫുട്ട് കൗൺസിലറായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ, നേരത്തെ ഞാൻ പറഞ്ഞില്ല അക്കമ്പനിമെൻറ്റ്, അത് LP കുട്ടികൾക്ക് അക്കമ്പനിമെൻറ്റ് വേണം. ഇന്ന് അതിന് ഞങ്ങൾ പറയും ഉദയ് ദർശൻ, UP കുട്ടികൾക്ക് വേണം പ്രഭാദർശൻ, ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണം ദിശാദർശൻ. അങ്ങനെ ഒരു നല്ല യുവാവായിട്ട് യുവതിയായിട്ട് ഈ കുഞ്ഞുങ്ങളെ കുടുംബജീവിതത്തിന് ഒരുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതായത് കുടുംബങ്ങളിൽ ഇന്ന് ദുരുപയോഗിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഒരുപാടാണ്. അതായത് ഇമോഷണലി വൈകാരികമായിട്ട് ദുരുപയോഗിക്കപ്പെടുന്നു, ലൈംഗികമായിട്ട് ദുരുപയോഗിക്കപ്പെടുന്നു, സാമ്പത്തികമായിട്ട് ദുരുപയോഗിക്കപ്പെടുന്നു. എല്ലാ തരത്തിലും ദുരുപയോഗം നടക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ഒരുപാട് ഈ കൗൺസിലിംഗ് ഫീൽഡിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടി പഠിക്കുന്നില്ല, കോൺസെൻട്രേഷൻ ഇല്ല, വാശി കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. നമ്മൾ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുട്ടി ടോട്ടലി അഫക്റ്റഡ് ആണെന്ന്. പലതരത്തിലുള്ള ട്രോമയിലാണ് ഈ കുഞ്ഞുങ്ങൾ കിടക്കണേന്ന് നമുക്ക് മനസ്സിലാവാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഒരു കൗൺസിലിംഗ് കൊണ്ടൊന്നും ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ കുടുംബത്ത് പിന്നെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള കുഞ്ഞുങ്ങളൊന്നും ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലി നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്കത് നിർത്തേണ്ടി വന്നു. അപ്പോൾ അതൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം, എൻ്റെ ഒരു സ്വപ്നമാണത്. അത് ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാഹചര്യം എനിക്ക് ലഭിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി കൂടുതൽ എനിക്ക് പ്രവർത്തിക്കണമെന്നുണ്ട്. മറ്റൊന്ന്, ഈ കുടുംബ ശുശ്രൂഷ കേന്ദ്രം തന്നെ ഇപ്പോൾ ഞങ്ങൾ ഉണ്ടല്ലോ, സൊസൈറ്റി ഫോർ ഫാമിലി ഹാർമണി. ആ ശുശ്രൂഷകൾ നാനാജാതി മതസ്ഥർക്ക് പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഞാനത് ഡിസൈൻ ചെയ്യുന്നത്. അതിൽ കുറേ കുടുംബങ്ങളെ എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അതെല്ലാവർക്കും അറിയുന്നില്ല. ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല അത്. അപ്പോൾ മാനസിക ആരോഗ്യമുള്ള കുടുംബങ്ങളെ വാർത്തെടുക്കാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള ഷോർട്ട് ടേം ലോങ് ടേം പ്രോഗ്രാംസ് നമുക്കതിലൂടെ കൊണ്ടുവരണം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന കുടുംബങ്ങളെ നമുക്ക് അതിൻ്റെ എണ്ണം കൂട്ടണം എന്നുള്ളതാണ് സിസ്റ്ററിൻ്റെ ഒരു വിഷയം. ഉറപ്പായിട്ടും. കാരണം എല്ലാവർക്കും വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അതിന് മതവും ജാതിയും ഒന്നും പ്രശ്നമല്ല, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മനോഭാവം. പിന്നെ ആരും ഇല്ല തോന്നുന്ന ഏകാകിത്വം അനുഭവിക്കുന്ന ആളുകൾക്ക് ഓടി വരാനുള്ള ഒരു എപ്പോൾ വേണമെങ്കിലും ഓൾവേസ് വെൽക്കം. ഉറപ്പായിട്ടും. സന്തോഷം സിസ്റ്റർ. സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലാത്തവർക്കായി, നൊമ്പരങ്ങൾ പങ്കുവയ്ക്കാൻ ആരുമില്ലാത്തവർക്കായി തൻ്റെ ജീവിതം ഈ സന്യാസിനി നീക്കിവെച്ചിരിക്കുന്നു. അതെ, ഇന്നിൻ്റെ പ്രേക്ഷിത ശുശ്രൂഷ, കാലഘട്ടം ആവശ്യപ്പെടുന്ന തിരുസഭാ ശുശ്രൂഷ, കുടുംബങ്ങളെ കരുതുന്ന ആത്മീയ ശുശ്രൂഷ. 2 ചോദ്യങ്ങൾ ചോദിച്ച് നമുക്കൊന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതിൽ ആദ്യത്തേത്, ഒരുപാട് സന്യാസം ഇങ്ങനെ അവഹേളിക്കപ്പെടുന്ന കാലഘട്ടമാണ്. സിസ്റ്റർ ഒരു സന്യാസിനിയാണ്, ഒരു സൈക്കോളജിസ്റ്റാണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. സന്യാസിനികൾ സന്യാസ ഭവനത്തിൻ്റെ ചുരുൾക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവരെ ഒതുക്കുന്നു എന്ന് പറയുന്നവരോടും, അല്ലെങ്കിൽ ഈ പറയുന്ന സന്യാസ ഭവനങ്ങളിലെല്ലാം അനേകം ഫ്രസ്ട്രേഷൻ അനുഭവിച്ചാണ് അവർ ജീവിക്കുന്നത് എന്ന് പറയുന്നവരോട്, സന്യാസം എന്ന് പറയുന്നത് ഒരു വിലങ്ങാണ് എന്ന് പറയുന്നവരോട്, ഒരു സന്യാസിനി എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സിസ്റ്റർ എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സാണ് എൻ്റെ കെവിൻ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, സന്യാസം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളുകളാണ് ഈ മാധ്യമങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യണേ. നമ്പർ 1. ലക്ഷക്കണക്കിന് സന്യാസിമാർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് വെരി ഫ്യൂ സിസ്റ്റേഴ്സിൻ്റെ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ കേട്ടോ ഇത് പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഞാൻ വിചാരിക്കുകയാണ്, ഇതെനിക്ക് അതിരറ്റ സ്വാതന്ത്ര്യം തരുന്ന ഒരു സംഗതിയാണ് എൻ്റെ സന്യാസം. എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് ഒരു വ്യക്തമായ സ്ഥാനമുണ്ട്. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല എൻ്റെ സന്യാസം. എന്നാൽ ചില സമയങ്ങളിൽ എൻ്റെ താല്പര്യങ്ങൾക്ക്, എൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് അനുവദിക്കുന്ന ചില മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്.
ആ പീരീഡിനെ നമ്മൾ കാണേണ്ടത്. അത് ചിലപ്പോൾ സഹനങ്ങളിലൂടെ വരും. എൻ്റെ അഭിപ്രായത്തോട് ചേരാത്ത ഒരാൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്വപ്നം മനസ്സിലാക്കാത്ത ഒരാൾ, അത് മെച്യൂരിറ്റി പീരീഡ് കർത്താവ് തരണതാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഒരിക്കലും നമുക്ക് ഡിസ്കറേജ് ചെയ്യാനോ നമ്മളെ കൂച്ചുവിലങ്ങിടാനോ അല്ല. മെച്യൂരിറ്റി വരണ്ടേ? മെച്യൂരിറ്റി വരാണ്ട് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോന്നിനും ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. ഒരു പുഷ്പം ഒരു മുട്ടായിട്ട് അത് വളർന്ന് പിച്ചി പൊളിച്ചാൽ അതിന് നല്ല പൂവാവോ? അത് വളർന്ന് വരണമെന്നുണ്ടെങ്കിൽ ടേക്ക് ടൈം. ഈ ടൈം നമുക്ക് ചിലപ്പോൾ അധികാരികളിലൂടെയാവും തരിക, സാഹചര്യങ്ങളിലൂടെയാവും തരിക. ഇപ്പോൾ കോവിഡിലൂടെ നമുക്ക് എന്തോരം തന്നു, അതൊരു സാഹചര്യമാണ്. അതിനെ നമ്മൾ നിഷേധമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്കൊരു പ്രിപ്പറേഷൻ പീരീഡാണ്, ഇൻക്യുബേഷൻ പീരീഡ് എന്ന് സൈക്കോളജിക്കാർ പറയും. ഈ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാൽ ഇലുമിനേറ്ററി പ്രോസസ്സാണ്. ആ ഇലുമിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൻ്റെ ആനന്ദമാണ്. അത് ഇൻക്യുബേഷൻ പീരീഡ് ദൈവത്തിലായിരുന്നു, ഗുപ്തമായിരുന്നാൽ തീർച്ചയായിട്ടും വെളിപ്പെട്ട് കിട്ടും. ആ വെളിപ്പെട്ട് കിട്ടുന്നത് കർത്താവിൻ്റെ ഹിതമായിരിക്കും, ഉറപ്പാണ്. അത് എൻ്റെ ഹിതം മാറ്റിക്കളയാനായിട്ട് ഈശോ തരുന്ന ചില അവസരങ്ങളാണ്. ആ അവസരങ്ങളെ സുന്ദരമായിട്ട് കണ്ടിട്ട് ഇത് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ആന്തരിക ആനന്ദത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു അനുഭവമാണ് എൻ്റെ സന്യാസമെന്ന് എനിക്ക് എവിടെയും പറയാനായിട്ട് സാധിക്കും. അത്രമാത്രം ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. സത്യം മാത്രമേ ബോധിപ്പിക്കാവുള്ളൂ എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ വേണ്ടായിരുന്നു, തിരിഞ്ഞു പോയേക്കാം, ഇത് തെറ്റായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തെറ്റാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ചില അപൂർവ നിമിഷങ്ങളിൽ കൊച്ചുശ്രീ പുണ്യാളത്തി പറയുന്ന പോലെ ചിലപ്പോൾ തോന്നും, അയ്യോ സന്യാസം വേണ്ടാന്നല്ല, ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ എന്ന് തോന്നിയിട്ടുണ്ട്. റൂട്ട് ക്ലീൻ ആക്കാനുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ 3 നേരത്തിന് 4 നേരം ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എൻ്റെതായ ആ ഒരു ഉൾവിളിയുടെ മേഖലയിലേക്ക് കടക്കാൻ ഇനി എനിക്ക് ഒരുപാടുണ്ടല്ലോ കർത്താവേ. ഞാൻ ഇങ്ങനെ ആയാൽ പോരല്ലോ, എനിക്കിനി ഞാൻ കറക്റ്റ് ചെയ്യാനുണ്ടല്ലോ, എനിക്ക് കുറേ കൂടി മുന്നോട്ട് പോകണമല്ലോ എന്ന് പറയുന്ന ഒരു വിചാരമല്ലാതെ അയ്യോ ഞാൻ ഈ സന്യാസത്തിലേക്ക് വന്നത് അബദ്ധമായി പോയി എന്ന് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ ചിലപ്പോഴൊക്കെ തോന്നും, അയ്യോ ഞാൻ എൻ്റെ ചേച്ചിമാരെ പോലെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്താ ആകുമായിരുന്നേനെ, എന്നെ വല്ലവരും അറിയുമോ എൻ്റെ കെവിൻ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നാൾ ചെന്നപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറയുകയാണ്, എൻ്റെ പൊന്നുമോളെ നീ എന്ത് ഹാപ്പിയായിട്ട് ഓടിച്ചാടി നടക്കണേ, എന്തോ ആളുകൾ വീട്ടിൽ ചെന്നിരുന്നാൽ ആളുകൾ ഇങ്ങനെ കൗൺസിലിങ്ങിന് വിളിക്കുമ്പോഴേ അവർ പറയും നമുക്കും പോകുമായിരുന്നു ഈ പണിക്കുന്ന് അവർ പറയണം. എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ അങ്ങനെ അത്തരത്തിലുള്ള അനുഭവം കൂടി എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാത്തിൻ്റെ ഉപരിയായിട്ട് ഇതൊരു ചോയ്സാണ്. സിസ്റ്റർ ഈ ഒരു മേഖല ചൂസ് ചെയ്തു. എന്നാൽ ചില സന്യാസിനെ സംബന്ധിച്ച് അവരുടെ ആനന്ദം എന്ന് പറയുന്നത് ദിവ്യഗാനത്തിന് മുമ്പിൽ ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ മഠത്തിനുള്ളിൽ അൽഫോൻസ് അമ്മയെ പോലെ ജീവിക്കുന്നതാണെങ്കിൽ, കൊച്ചുറേസ്യ പുണ്യത്തെ പോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതാണെങ്കിൽ അത് അവരുടെയും ചോയ്സാണ്. സിസ്റ്ററിൻ്റെ ചോയ്സ് ഇങ്ങനെയായിരുന്നു, ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു ചോയ്സാണ്. ഞാൻ ആ ചോദ്യത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾ എനിക്കൊന്നു സമർപ്പണം കഴിഞ്ഞിട്ട്, ആദ്യ സമർപ്പണം കഴിഞ്ഞിട്ട് 38 വർഷം 38 വർഷം കഴിഞ്ഞു. നവംബറിലേക്ക് 39 ആവും. ഏകദേശം 4 പതിറ്റാണ്ടിനടുത്ത്. അതിൽ ഏകദേശം 30 വർഷത്തിനടുത്തായിട്ട് കൗൺസിലിംഗ് മേഖലയോട് ചേർന്ന് നിൽക്കുന്നു. വലിയ 2 സ്ഥാപനങ്ങളുടെ ഡയറക്ടറായിട്ട് നിൽക്കുന്നു. ആയിരക്കണക്കിന് കുടുംബങ്ങളെ കണ്ടു ഇതിനിടയിൽ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും ഈ കാലഘട്ടത്തെ ജീവിതത്തെ, സന്യാസ ജീവിതത്തെ ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു സിസ്റ്റർ? എൻ്റെ കർത്താവിനോടുള്ള നന്ദി കൊണ്ട് ഞാൻ നിറയുകയാണ്. ഈശോ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ഇനിയും ഈ ഈശോയുടെ കൂടെ കൈപ്പിടിച്ച് നടക്കുക. കർത്താവ് നമ്മളെ പുതിയ പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് നയിക്കും. ഈ കാലഘട്ടത്തിനനുസരിച്ച് സഭയുടെ കാരിസത്തെ റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അത് ഓരോ സന്യാസിനെയും സമൂഹം അങ്ങനെ റീഡിഫൈൻ ചെയ്യണം. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് ചാലഞ്ചസ് ഇനിയും ഏറ്റെടുക്കാനുണ്ട്. ആ ചാലഞ്ചസൊക്കെ ഏറ്റെടുക്കാൻ എൻ്റെ കർത്താവിനെ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് സർവാത്മന ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി പൂർണ്ണമായിട്ട് നിയോഗിക്കാൻ തയ്യാറാണ്. അങ്ങനെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തെ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പൂർണ്ണമായിട്ടും കൊടുത്ത് ആത്മാവിൽ ആനന്ദിച്ച് മരിക്കണം. അത്രയുള്ള ആഗ്രഹം. എപ്പോൾ കർത്താവ് വിളിക്കണോ അതുവരെ, ആ അവസാന ജീവശ്വാസം വരെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്ത് അങ്ങ് കർത്താവിൽ വിലയം പ്രാപിക്കണം. അതാണ് എൻ്റെ സ്വപ്നവും ആഗ്രഹമൊക്കെ. ഒരുപാട് സന്തോഷമാണ്. ഇപ്പോഴുള്ള ഈ തീക്ഷ്ണത ഒട്ടുമേ ചോരാതെ 10 മടങ്ങ് വർദ്ധിക്കട്ടെ. ഇനിയും അനേകം കുടുംബങ്ങൾക്ക് ആശ്രയമായി തീരാൻ സാധിക്കട്ടെ. സ്ഥാപക പിതാവും മറീന്ദ്രേസ്യ അമ്മയും എന്താണോ സ്വപ്നം കണ്ടത് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ സാധിക്കട്ടെ. സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തന മേഖലയ്ക്കും പ്രാർത്ഥനകൾ നേരുകയാണ്, ആശംസകൾ നേരുകയാണ്. അനേകം കുടുംബങ്ങൾക്ക് മാർഗ്ഗദൈവമാകാൻ സാധിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ,
വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.